Silence! Sound! Silence! Action! കല്യാണം വിളിയൊക്കെ തുടങ്ങിയാലും ഞാൻ അറിഞ്ഞിരുന്നു. അയൽക്കാരെയൊക്കെ ഒന്ന് ലാസ്റ്റ് വിളിക്കാമെന്ന് അതിപ്പോ നീ വിളിച്ചില്ലെങ്കിൽ ഞങ്ങളങ്ങ് എത്തത്തില്ലേ. അവളിപ്പോ ഹൗസ് സർജൻസി അതെന്താ അവന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് അവന് ഡോക്ടറെ കിട്ടത്തില്ലയോ? അല്ലേ ചേച്ചി അവളിപ്പം വെറ്റിനറി ചെയ്യും. ഓ ഡോക്ടറാണോ? പശുവിനൊക്കെ ചേർപ്പിക്കാൻ ഒരാളായിരിക്കും. ചായ എടുക്കാം. വേണ്ട, അവർക്ക് പല വീടുകളിലും വിളിക്കാനുള്ളതായിരുന്നു. ഹലോ, നീ എന്ത് ചെയ്യുന്നടാ? ഹലോ, എന്ത് പറ്റി കുഞ്ഞു രാവിലെ വിളിച്ചിട്ട് എടുക്കാഞ്ഞേ? ഹലോ, ഈ കല്യാണം നടക്കില്ല. കുഞ്ഞു ചുമ്മാതെ പറയല്ലേ. എനിക്ക് വേറൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഹലോ, ബൈ. ഹലോ, എന്തു പറ്റിയടാ? അവളിപ്പോ വിളിച്ചിട്ട് അവളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞടാ. ആര്? അവള്. യോ നീ കുളോ നീ വിഷമിക്കാടാ. ഒന്ന് വിളിക്കടാ. ഒന്ന് വിളിച്ചേ. ഇല്ലടാ, അവള് വെറുതെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറയുള്ളൂ. എടാ ഈ നിമിഷം എന്ത് പറ്റി? ചേട്ടാ, ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ആക്സിഡന്റ് പറ്റി. അങ്ങോട്ട് പോവാണേ. അയ്യോ, വേഗം ചെല്ലുന്നു. നീ ആദ്യം അവിടെ വീട്ടിലോട്ട് വിളിച്ചു കാര്യം ശരിയാണെന്ന് തിരക്ക്. ആ മോളെ, അവളെന്തേ? അവള് രാവിലെ പോയതാ, ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു. ഇതുവരെ എത്തിയില്ല. എന്ത് പറ്റിയേട്ടാ? എന്തെങ്കിലും പറയണോ? ഏയ് ഇല്ല മോളെ, ഒന്നുമില്ല. എന്ത് പറ്റിയേട്ടാ പറ. മോളെ, അത് അവളിപ്പോൾ വിളിച്ചിട്ട് അവൾക്ക് വേറൊരാളെ ഇഷ്ടമാണ്, അവളുടെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ചേട്ടാ, എൻ്റെ കൈയും കാലും ഒക്കെ വരയ്ക്കുന്നു. നീ ഇപ്പോൾ ഇത് ആരോടും ഒന്നും പറയണ്ട. ചേട്ടാ, ഞാൻ അവളുടെ കോളേജിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. അത് ഞാൻ ചേട്ടനെ വിളിക്കാം. ഓക്കെ മോളെ. എന്തോടെ പറഞ്ഞു? കാര്യം ശരിയാ. അവള് രാവിലെ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ലെന്ന് അവര് പറഞ്ഞു. എന്തോ പണിയാണ് അവള് കാണിച്ച്. എടാ, നീ ആ പ്രതിഭണന്റെ വീടിന് വാതിലോട്ടൊന്ന് വന്നടാ. എടാ, നമ്മുടെ വിഷ്ണുവിന്റെ പെണ്ണ് ഒളിച്ചോടി പോയെന്ന് പറയുന്നടാ. നീ പെട്ടെന്ന് വാ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. അവള് പോയതിലല്ലടാ, എന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന നാണക്കേട് ഓർത്തിട്ടാണ്. കരയാടാ, നിന്നോട് ഇങ്ങനെ കരയാ. സത്യം പറടാ, ഇത് പ്രാങ്കല്ലടാ. എവിടാ ക്യാമറ? അല്ലടാ, അവിടെ വീട്ടിൽ നിന്ന് ഇപ്പം വിളിച്ച്. കാര്യം ശരിയാ. ചേട്ടാ, അവള് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിലും പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങിയെന്ന് അവര് പറഞ്ഞു. പക്ഷെ ഇതുവരെ അവൾ എത്തിയില്ല. നമ്മളിനി എന്ത് ചെയ്യും ചേട്ടാ?
മോനെ, എടാ പൊന്നുമോനെ, നീ ഈ അച്ഛനോട് ക്ഷമിക്കടാ. അച്ഛാ, നിന്നെ എനിക്കിപ്പോ ഒന്ന് കാണണം. നീ ഇങ്ങോട്ട് വരുവോ? ഈ അച്ഛൻ്റെ ഒരു അപേക്ഷയാ മോനെ. വരാ അച്ഛാ, വരാ. വേറെ വീട്ടിൽ വരാം. പോവാടാ. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയും, അവൻ കേട്ടാച്ചാ മതി. ഞങ്ങളുടെ കൊച്ചിനെ ഒരു പോർല പോലെ ആക്കാൻ കൂടെ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അവനെ ജീവനോടെ വെച്ചേക്കത്തില്ലെന്ന് പറഞ്ഞാ കേട്ടല്ലോ. ആ ശരി. മോനെ, അയ്യോ, പൊന്നുമോനെ. അച്ഛാ, എന്തിനാ അച്ഛാ കരയുന്നേ? നമ്മളെ വേണ്ടാത്തവര് എന്തിനാ നമുക്ക്? അവള് പോയി ജീവിക്കട്ടെ. എന്റെ കുറ്റമാണ് എല്ലാം. 18ാമത്തെ വയസ്സിൽ ചുറ്റിക പിടിക്കാൻ തുടങ്ങിയ കയ്യായത്. എല്ലാം അവർക്ക് വേണ്ടിയായിരുന്നു. എല്ലാം എന്റെ തെറ്റാ മോനെ. എല്ലാം പോയി. എനിക്ക് ഈ ജീവിതം വേണ്ട. ജീവിക്കണോ അച്ഛാ? നിങ്ങൾക്ക് ഒരു മോളല്ല, ഒരാളോടുണ്ട്. അവക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം കേട്ടോ. എനിക്ക് അവനെ കൊല്ലണം മാമാ. അടങ്ങ്. ഇല്ല പറ്റത്തില്ല. എനിക്ക് അവളെ ഇനി ഇനി എനിക്ക് എന്റെ ജീവനുള്ളിടത്തോളം കാലം അവളെ ഈ വീട്ടിൽ കയറ്റത്തില്ല. ഞാൻ പറഞ്ഞു പറ്റത്തില്ല മാമ, പറ്റത്തില്ല. പറഞ്ഞേടാ. മോനെടാ, നീ വന്നേ. നീ വന്നേ. മോനെടാ, എന്റെ ബലമായ സംശയമുണ്ട്, ഇതൊരു ട്രാപ്പാണ്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കൊച്ചിങ്ങനൊക്കെ ചെയ്യുമോ? ഞങ്ങളെ തറവാട്ടിൽ പറഞ്ഞ ആൾക്കാരാ. 2 ദിവസത്തിനകം ഞങ്ങൾ എങ്ങനെയെങ്കിലും അവളോടെ കൊണ്ടുവരും. പിന്നെ എല്ലാം തീരുമാനിക്കേണ്ട മോനാ. പുറത്താരും അറിയണ്ട. ചേട്ടാ, അങ്ങനെ വേറെ തന്നെ കൂടെ പോയ പെണ്ണിനൊന്നും അവനാവശ്യമില്ല. എടാ മോനെ, ഇവിടെ സ്നേഹം പറയുന്നുണ്ടോ മാമൻ? ഒരു സ്നേഹം വേണ്ട, മാമൻ അങ്ങനെ പറയണ്ട. മോനെ, മാമനോടും തോന്നല്ലേ. ഇതേ എന്തായാലും ഇവർ ഒരുമിച്ച് ജീവിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിലേ ഇവിടെ കിടന്ന് ഷോ കാണിക്കുന്നില്ലേ? ആ വേട്ടവളിനെ കൊണ്ട് നിങ്ങളുടെ പിഞ്ചിരിമോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കും. എടാ മോനെ, എടാ വിഷമിപ്പിക്കാടാ ഇങ്ങനെ. മോനെ, ഇനി നീ മാത്രമേ ഉള്ളൂടാ ഞങ്ങൾക്ക്. പൊന്നുമോനെ, വീട് വിട്ടാ സ്കൂള്, സ്കൂള് വിട്ടാ വീട്, അങ്ങനെയായിരുന്നു എൻ്റെ 2 മക്കളും. എന്നിട്ടും അവള് നമ്മളോട് ഈ ചതി ചെയ്തല്ലോ ചേട്ടാ. നമ്മളെ അവള് മനസ്സിലാക്കിയില്ലല്ലോ. കരയാതെ നീ. അമ്മേ, സോറി ഏട്ടാ, അവള് നമ്മളെ പറ്റിക്കുമായിരുന്നു. നോക്കിയൊന്നും അറിയത്തില്ലായിരുന്നോ? മോനെ, നീ ഞങ്ങളുടെ മോനെ, നിന്റെ കൂടെ ജീവിക്കണം എന്നാലും ഞങ്ങളുടെ ആഗ്രഹം മോനെ. പക്ഷെ ദൈവം അതിനുള്ള ഭാഗ്യം തന്നില്ലല്ലോ ഈശ്വര. അതിന് ഞാൻ അവളെ കിട്ടണമെന്നുണ്ടോ അമ്മ? ഞാൻ അമ്മയുടെ മോനാവാൻ? ഞാൻ നിങ്ങളുടെ മോൻ തന്നെയല്ലേ? ഇങ്ങോട്ട് കയറി വരാൻ എനിക്കൊരാളുടെ അനുവാദം വേണ്ട. നിങ്ങൾ ഇനി ആരും കാര്യമില്ല. മോനെ, ചേട്ടാ, എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ജീവിക്കണ്ട. അയ്യോ എന്റെ മോനെ, പൊന്നുമോനെ, അച്ഛനൊരാഗ്രഹമുണ്ട്. നീ അത് സാധിച്ചു തരണം. പറയാ. ഇത് അച്ഛൻ്റെ ഒരു അപേക്ഷയാണ്. നീ ഈ വീട്ടിൽ വന്ന് കയറേണ്ടവനാ. എൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് നീയാണ്. അതുകൊണ്ട് എൻ്റെ സുതിമോളെ നീ കെട്ടണം. ഇത് അച്ഛൻ്റെ ഒരു അപേക്ഷയാണ്. ഞാൻ പോയാലും ഇവർക്ക് നീ വേണം. ഇല്ല അച്ഛാ, ഞാൻ അവളെ അങ്ങനെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അച്ഛനിത് നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മതം അച്ഛാ. നമുക്ക് ഉടനെ തന്നെ ഇതങ്ങ് നടത്താം. ഈ ഒരു അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല, എന്നാലും പറയുക.
പെണ്ണാണാൻ വന്നപ്പോഴേ എനിക്ക് ഇവിടെ ഇളയവളെയായിരുന്നു ഇഷ്ടപ്പെട്ടത്. പിന്നെ മൂത്തവളെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇളയവളെ ചോദിക്കുന്നതെന്ന് വിചാരിച്ചാ. എന്തായാലും അവളിപ്പോൾ പോയ സ്ഥിതിക്ക് നമുക്ക് ഉടനെ തന്നെ പറ്റുമെങ്കിൽ നാളെ തന്നെ നടത്താം. എന്താ? ഇങ്ങോട്ട് വന്നേ. എടാ, വളരെ മികച്ചൊരു തീരുമാനം നീ എടുത്ത്. നീ ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ അവൾ ഈ ജന്മത്തി വീട്ടിൽ കയറാനും പോകുന്നില്ല. നിനക്ക് രാജയോഗവുമായിരിക്കും. ഈ സ്വത്ത് മുഴുവൻ നിന്റെ കയ്യിലും ഇരിക്കും. നീ ഇതെന്താ പറഞ്ഞേ പറയുന്നത്? എടാ, അവക്ക് വേറെ ലൈൻ ഉണ്ടാ. നീ ഇവളെ കെട്ടാൻ നോക്കിയാ ഇവളും വല്ലവന്റെ കൂടെ പോവും. പിന്നെ തള്ള മാത്രമേ ഉള്ളൂ ഇവിടെ. മോളെ വഴിയൊന്നും തെറ്റിയില്ലല്ലോ. ഇല്ല, ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് ഇങ്ങെത്തി. കഴിഞ്ഞ ആഴ്ച ഒരു പാർട്ടി വന്നായിരുന്നു. നമുക്ക് ചേരാത്ത ഒരു പാർട്ടി ആയതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. അപ്പോഴാണ് നിങ്ങളുടെ ആലോചന. എന്തായാലും നമ്മളെല്ലാം കുടുംബക്കാരുമാണ്. സത്യം പറയാമല്ലോ, എനിക്ക് മോനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മൾ കുടുംബക്കാരുമാണല്ലോ. മോളെ ചായ. താങ്ക് യു. ഇവിടെ എൻ്റെ മൂത്ത മോള് സുപ്രിയ, അത് ഇളയ അവള് ശ്രുതി, ഇത് മോളെ കൂട്ടുകാരി ആതിര, ഇതെൻ്റെ ഭാര്യ സുലോചന, ഞാൻ സുന്ദരേശൻ. നിങ്ങളെല്ലാം സുഖമാണല്ലോ. ഞാൻ സുഹൃത്തും ചേട്ടോടെ അളിയനെ അത്യാവശ്യം രാഷ്ട്രീയം ബിസിനസ്സുമായിട്ട് ഇങ്ങനെ പോകുന്നത്. ഇത് നമ്മുടെ അന്തരവനാ. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഈ കാണുന്ന വീടും ഇതിന്റെ പുറം 2 ഏക്കർ വസ്തുവുണ്ട്. അത് രണ്ടും അണ്ണന്റെ പേരില്ല. അത് രണ്ടും അളിയൻ മക്കളുടെ പേര് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറെ നാളായിട്ടൊരു ഒരു ഹോണ്ട സിറ്റി എന്തോടി ഹോണ്ട സിറ്റി ആ കാർ ഓണർ ഭയങ്കര നിർബന്ധമായിരുന്നു. എന്തൊക്കെയാലും കല്യാണം വെച്ച് അളി അതും വാങ്ങിച്ചോളൂ. എന്ത് ഏത് ഞാൻ എൻ്റെ 2 മക്കളെയും മാലാഖമാരെ പോലെ വളർത്തിയത്. വീട് വിട്ട സ്കൂള്, സ്കൂള് വിട്ട വീട്, വീട് വിട്ടാ സ്കൂള്, സ്കൂള് വിട്ടാ വീട്. അങ്ങനെയായിരുന്നു എന്റെ 2 മക്കളും. വീടാ മക്കളെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കാം. ചോദിച്ചോളൂ. പറഞ്ഞു. ഹൗസ് അറിയൻസി ഒക്കെ കഴിഞ്ഞോ? ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. ഇപ്പോഴത്തെ കാലത്ത് റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് പറ്റി നടക്കാഞ്ഞത്? കാസ്റ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, പിന്നെ എങ്ങനെയൊക്കെയോ നടക്കാതെ പോയി. തൻ്റെയോ? എനിക്കും ഇതുപോലെയൊക്കെ തന്നെ. സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. വീട്ടുകാർ സമ്മതിക്കും തോന്നിയില്ല. പിന്നെ സ്റ്റഡീസിനും ഫാമിലിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കും. സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ? ഗവൺമെൻറ് നോക്കണം. ഓക്കെ. അവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. എല്ലാം നമ്മുടെ മോടെ ഭാഗ്യം അല്ലേ? ഇനിയപ്പം എന്തായാലും ആലോചിച്ചിട്ട് അറിയിക്കേ. ഓക്കെ. ശരി കേട്ടോ, ഞങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്നാൽ ശരി പോണി. വീട്ടിൽ ചെന്ന് അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് വൈകിട്ട് ചിലപ്പോൾ വിളിക്കണം. വൈകിട്ട് ഞാൻ മോടെ ഫോൺ നമ്പർ തരാം. ഇനി നിങ്ങളല്ലേ താമസിച്ചിട്ട് ജീവിക്കേണ്ടത്. ശരി, ഇറങ്ങിക്കോട്ടെ. ഓക്കെ, പോവാം.
എന്താ പരിപാടി? ഓ ഒന്നുമില്ല, ചുമ്മാ ഇരിക്കുന്നു. ഇന്നലെ എപ്പോഴും ഉറങ്ങിയേ? ഇന്നലെ കുറേ ലേറ്റായി. അടങ്ങിയിരിക്കേ ടാ. എന്ത് പറ്റി? ഓ ഒന്നും പറയണ്ട, ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ബഹളമാണ് ഇവിടെ മൊത്തം. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോണു. ഹായ്, എന്താ പരിപാടി? ഒന്നുമില്ല, ഞാനിപ്പോ വന്നേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, എല്ലാരും അപ്പുറത്ത്. ഫുഡ് കഴിച്ചോ? ആ ഞാൻ കഴിച്ചോ? ഇല്ല കഴിക്കണം. ആ മനസ്സിലായില്ലേ? ഹലോ, എന്തുണ്ട്? വെറുതെ ഇരിക്കുന്നു. ഞാൻ ഫോൺ ചെയ്യാം കേട്ടോ, അവർ പോയിട്ട് വിളിക്കാം. ഓക്കെ ബൈ. എന്താടാ? അവൾ ആരുടെ കൂടെ പോയെന്ന് വല്ലതും അറിഞ്ഞൂടാ? അറിയില്ല. നീ ഇന്നാളി പറഞ്ഞില്ലേ അവളുടെ കൂടെ കറങ്ങി നടക്കുന്ന ഒരു പയ്യന്റെ കാര്യം? ഇനി അവൻ്റെ കൂടെ വല്ലതാണോ പോയേ? ചിലപ്പോൾ ആയിരിക്കൂടാ. ശരി, ഓക്കെ. എന്ത് പറ്റി ഇവിടെ? അത് ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാ. ഓക്കെ. ഇതാരാ? ഇത് എൻ്റെ ഫ്രണ്ട്സ് ആണ്, നിങ്ങൾക്ക് അറിയത്തില്ലേ? ഓക്കെ. ശരി, ഓക്കെ. ബൈ. പറയടാ. എടാ അവള് പോയത് ആരുടെ കൂടാന്ന് അറിഞ്ഞോ? അവിടെ കൂടെ ഒരുത്തി കറങ്ങി നടന്നില്ലേ? എടാ അവളുടെ കൂടെ. അവളുടെ കൂടോ? എന്താ അച്ഛാ? നിന്നെ തിരക്കി ഒരാൾ വന്നിരിക്കുന്നു. വിഷ്ണു അല്ലേ? അതെ. ആ കൈങ്ങി എന്നേ ഇതങ്ങോട്ട് പിടിച്ചേ. ബ്രോ, നിങ്ങൾ എൻ്റെ ദൈവമാണ് ബ്രോ, എൻ്റെ ദൈവമാണ്. എൻ്റെ കുടുംബത്തിൻ്റെ മാനം നിങ്ങളാ കാത്തത്. താങ്ക് യു വെരി മച്ച്. നന്ദിയുണ്ട്. പോട്ടെ. ബ്രോ ആരാ? എനിക്കൊന്നും മനസ്സിലായില്ല. ശരി മോനെ, ശരി മോനെ, ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. മോൻ വീട്ടിൽ ചെന്ന് അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് വിളിക്കണം. ഞാൻ മോടെ ഫോൺ നമ്പർ അയച്ചു തരാൻ വൈകിട്ട്. ഇനി നിങ്ങളല്ലേ ജീവിക്കേണ്ടത്. എൻ്റെ ഒരു ഫ്രണ്ടാ അച്ഛാ, ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നാ. എന്താ ഒരു വിഷമം പോലെ? ഇല്ല അച്ഛാ, മാറി, കുഴപ്പമൊന്നുമില്ല. കാലയടാ, 2 ദിവസം കഴിഞ്ഞ് മാറത്തില്ലേ? പിന്നെ ഒരു അച്ഛനെന്ന നിലയിൽ എനിക്ക് നിന്നോട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പറയാതിരിക്കാനും വയ്യ കേട്ടോ. എന്ത് പറ്റി അച്ഛാ? എടാ, അവള് പോയാ അവിടെ പോരെ.